ഹലോ, നമുക്കൊരു ചെറിയൊരു ഡെനിം ബാഗ് ഉണ്ടാക്കിയെടുത്താലോ. ഇത് ഡെനിം എന്ന് പറഞ്ഞാലും ഭയങ്കര തിക്കായിട്ട് വരുന്ന ഫാബ്രിക് ഒന്നല്ല കേട്ടോ. ഒരു നോർമൽ രീതിയിൽ വരുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഡെനീമിൻ്റെ ജാക്കറ്റായിരുന്നു. അപ്പം ഞാനത് എന്തായാലും ഇടാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ബാഗ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പം ഞാനൊരു ബാഗിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡാണ് വരുന്നത്. ഇനി ബാക്ക് സൈഡും സെയിം ഇതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കണം. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ സീം അലവൻസ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ തന്നെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് മാർക്ക് ചെയ്യുന്ന സമയത്ത് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ആ ലൈനിലൂടെ തന്നെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി സീം അലവൻസും കൂട്ടിയുകൊണ്ട് അതിലൂടെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സെയിം ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടും ബാക്കും വേണമെന്ന്, അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ സ്ലീവ് വെച്ചിട്ട് ഒരു ചെറിയൊരു പോക്കറ്റ് പോലെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു അറ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ ആ ഫ്രണ്ട് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പക്ഷേ സ്ലീവ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു അൺഈവൻ ഷേപ്പിലാണ് വരുന്നത്, ഫ്രണ്ട് ഇത് ഈ കാണുന്നത് പോലെ. അപ്പോൾ ഞാൻ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫുൾ രണ്ട് സൈഡും സ്ട്രെയിറ്റായി കട്ട് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരുമിച്ച് അതും കൂടി ഒരുമിച്ച് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഒന്ന് മെൻഷൻ ചെയ്താണ്. നമുക്ക് ഈ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അതാണ് കേട്ടോ. ആ രണ്ട് സൈഡും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ജോയിൻ ചെയ്തെടുത്താൽ മതി, വേറെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഞാൻ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവറാണ് വിചാരിച്ചത്. അപ്പോൾ സൺഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് വരച്ചെടുക്കുകയാണ്. നമ്മൾ സൺഫ്ലവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് എന്നിട്ടുണ്ടെങ്കിൽ ലേസി ഡേസി എന്നാട്ടോ ഈ സ്റ്റിച്ചിൻ്റെ പേര്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, ആ രീതിയിൽ ഞാനപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് സൺഫ്ലവർ ഫുള്ളായിട്ട് ഞാനൊരു 2-4 ആ ഒരു പോക്കറ്റൊന്ന് ഫില്ലായിട്ട് വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ സൺഫ്ലവറിൻ്റെ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ആ റൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഒരു സൺഫ്ലവറിൻ്റെ റെഫറൻസ് എടുത്താൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഒരു കോമ്പിനേഷനനുസരിച്ചിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ചെറിയൊരു ബാഗാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ഇതിന് പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ടൈം എടുത്തത് ഈ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടോ, അപ്പോൾ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് മേലത്തെ പോർഷൻ ഭയങ്കര പ്ലെയിൻ ആയ പോലെ. ഞാൻ അവിടെ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാൻ വിചാരിച്ചിട്ട് ഒരു ഹണി ബി ഇങ്ങനെ പാറിപ്പോകുന്ന രീതിയിൽ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. എനിക്കറിയാൻ ഡൗട്ട് ഉണ്ടെന്ന്, കാരണം ഞാനൊരു സെക്കൻഡ് സ്റ്റെപ്പ് ഇതിൽ സ്കിപ്പായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് സിമ്പിളല്ലേ എന്ന് വിചാരിച്ച് അങ്ങ് സ്കിപ്പാക്കിയതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ. വേറൊരു വീഡിയോയുമായി കാണാം.